ബക്കറ സ്കൈ സിറ്റിയുടെ ഫ്രണ്ടിലാണുള്ളത്. കറക്റ്റ് ലൊക്കേഷൻ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് എറണാകുളം NH66 നെയ്തല്ലൂർ എക്സിറ്റ് ഉണ്ട്. ഇവിടെ നെയ്തല്ലൂർ എക്സിറ്റിൻ്റെ ആ ഒരു ഭാഗത്താണ്. ഇവിടെ നമുക്ക് കറക്റ്റ് നോക്കിയാൽ കറക്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഹൈവേന്ന് എക്സിറ്റ് ഉള്ളത്. അവിടുന്ന് നേരെ വന്നു കഴിഞ്ഞ് ഇപ്പോൾ എൻട്രൻസ് വേണമെങ്കിൽ നമുക്ക് നേരെ കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോയാൽ കിട്ടും. അവിടെ 100% ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ സെൻട്രൽ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ നിൽക്കുന്നത്. കറക്റ്റ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ബക്കറ സ്കൈ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ പോലത്തെ ഒരു എൻട്രൻസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു താറൊക്കെ ചെയ്ത് ഭയങ്കര ഭംഗിയാക്കിയിട്ടുണ്ട്. പലരും ഇവിടെ പണ്ട് എന്താ പറയുക, ആരും അറിയാത്തൊരു കാട് പിടിച്ചൊരു സ്ഥലമായി കിടന്നിരുന്ന ഒരു സംഭവമാണ് ഇന്നിവിടെ തറക്കല്ലിടാണ്. ഇതിൻ്റെ ഫൗണ്ടനിങ് ആണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഒരുപാട് ആളുകളും അതുപോലെ തന്നെ പല ഇൻവെസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നും പിന്നെ പല കമൻസും നമ്മുടെ ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരവ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ നേരെ നമ്മുടെ ആ ഫംഗ്ഷൻ നടക്കുന്ന അങ്ങോട്ട് പോകാം. വണ്ടി പോകാനുള്ള അത്രയും നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഈ വഴി ഇവർ ടാർ ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏരിയകൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ടാണ് ക്യാമറ കൊണ്ട് നോക്കി കാണാം. ആ ഒരു എൻഡിലാണ് നമ്മുടെ ഫസ്റ്റ് ടവറിൻ്റെ പൈലിംഗ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആളുകളൊക്കെ എത്തി വരുന്നുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് സ്കൈ സിറ്റിയുടെ ഒരു 3D പിക്കാണ്. ഇവരുടെ വരുന്ന ഒരു ഡിസൈനാണ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരാം. പിന്നെ നമ്മളിപ്പോൾ ആദ്യം ഇന്ന് ഇവിടെ തറക്കല്ലിടാൻ പോകുന്നത് അല്ലെങ്കിൽ പൈലിംഗ് നടത്താൻ പോകുന്നത് ബക്കറ സ്കൈ സിറ്റിയുടെ ഓഷിയാനോ എന്ന് പറഞ്ഞ ടവറാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ആദ്യം ഇവിടെ നോക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈലിംഗ് നടക്കുന്നതിന് മുന്നേ തന്നെ ഇത്രയും ഫ്ലാറ്റുകൾ ബുക്ക് ആയിട്ടുണ്ട്. നിങ്ങളിതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവൈലബിൾ, ബുക്ക്ഡ്. ഇത് 2 ആഴ്ച മുന്നേ പ്രിൻ്റ് ചെയ്തതാണ്. അതായത് അതിനുശേഷം ഒരുപാട് ബുക്കിംഗ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ തുടക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം 40% ബുക്കിംഗ് ഈ മറ്റേ പൈലിംഗ് നടക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ടവറിൽ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തൊരു ടവറാണിത്. ഇത് നെക്സ്റ്റ് മന്താണ് അതിൻ്റെ പൈലിംഗ് നടക്കുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ ഓൾമോസ്റ്റ് 8-9 ബുക്കിംഗ് ഇവിടെ നടന്നിട്ടുണ്ട് ഫ്ലാറ്റ്. അപ്പോൾ ആളുകൾ കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയത് ബുക്കിംഗ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ പൊന്നാനിയിൽ ഈ ഒരു മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യത്തെ ഒരു ടൗൺഷിപ്പിൽ ഒരു ഫ്ലാറ്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഇവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ കാണുന്നിട്ട് നമുക്ക് ഈ ഒരു പൈലിംഗ് നടക്കുന്നിടത്ത് പോകാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ള ഒരു പ്രദേശം. ഇത് കേരളത്തെ മുഴുവനും കണക്ട് ചെയ്യുന്ന ഒരു ഹൈവേ ഇതിലൂടെ പോവുകയാണ്. ആ ഹൈവേയുടെ ചാരത്താണ് സ്കൈ സിറ്റി എന്ന പേരിൽ നമ്മുടെയൊക്കെ
സ്വപ്നങ്ങൾ പോയിരുന്ന രീതിയിൽ വലിയ ഫ്ലാറ്റ് സമുച്ചയം ഉയരുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തൊക്കെ ഭൂമിയൊക്കെ അധികവും ഇവിടെ ഓക്യുപ്പൈഡ് ആയിട്ടുണ്ട്. ഭൂമിയുടെ വില അത്രയധികം കൂടി വരുന്നു. നമ്മുടെയൊക്കെ മക്കൾക്ക് വീടുണ്ടാക്കാൻ നോക്കുമ്പോൾ ഭൂമി വാങ്ങിക്കാൻ പ്രയാസപ്പെടുന്നൊരു അവസ്ഥ ഇവിടെയുണ്ട്. ഇന്നൊരു ഫ്ലാറ്റ് സംസ്കാരം നഗരങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതിലൂടെ ഒരുപാട് ആളുകൾക്ക് കംഫർട്ടായി താമസിക്കാൻ സൗകര്യമുണ്ട്, പല അമ്യൂണിറ്റീസുമുണ്ട്, ഹെൽത്ത് എല്ലാവരും നോക്കുന്നതിലും അതുപോലുള്ള സൗകര്യങ്ങൾ, മറ്റ് കമ്മ്യൂണിറ്റി സെൻ്ററൊക്കെ ഇവിടെ സൗകര്യപ്പെടുത്തിക്കൊണ്ട് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇവിടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ ചെയർമാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി? കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് റെറ അപ്രൂവൽ കിട്ടിയിട്ട് 1 മാസമായിട്ടുള്ളൂ. ഇപ്പം തന്നെ ഞങ്ങളുടെ ടവറിൻ്റെ ഏകദേശം 40% വിൽപ്പന ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോഴും ആൾക്കാർ വേണമെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നായിരുന്നു നമ്മൾ ഇത് പോസ്റ്റ് ചെയ്തത് നമ്മുടെ ചാനലിൽ. അപ്പോൾ പല രീതിയിലുള്ള കമന്റുകൾ, നല്ലത് വരുന്നുണ്ട്, അതിന്റെ നെഗറ്റീവ് കമന്റുകളുണ്ട്. പലപ്പോഴും പല ആളുകൾക്ക് ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു സംഭവമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ പിറകിൽ 5 വർഷം മുന്നേ ഇതിന്റെ കഷ്ടപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവരോട് തന്നെ ചോദിക്കാം. അപ്പൊ അത് വളരെ മെയിൻ കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്ഥലം പെട്ടെന്ന് നികത്തി പെട്ടെന്ന് അപ്രൂവൽ കിട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പല ആളുകൾക്ക് കിട്ടാത്തതുണ്ട്, 2 സെന്റിനാണ് പോലും. അപ്പൊ അതെന്താ അതിനോട് മറുപടി ആയിട്ട്? ഇതിന് മറുപടി പറയാം. എന്ന് വെച്ചാൽ ഇപ്പോ 2021 ഗവൺമെന്റ് ഈ ഭൂമിയുടെ തരം മാറ്റാ എന്നുള്ള ഒരു ഓർഡർ കൊടുക്കുന്നത് 2021. അതുവരെ അതിന് വ്യക്തമായ ഒരു നിയമം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ നിയമപ്രകാരം 10 സെന്റ് മാറ്റുകയാണെങ്കിലും 5 സെന്റ് മാറ്റുകയാണെങ്കിലും 5 ഏക്കർ മാറ്റുകയാണെങ്കിലും 10 ഏക്കർ മാറ്റുകയാണെങ്കിലും അതിൻ്റെ ക്ലാസിഫിക്കേഷനിലുള്ള വ്യത്യാസമല്ലാതെ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ ഈ ഭൂമി ഏറ്റെടുത്തിട്ട് ഞങ്ങളിതിൻ്റെ തരം മാറ്റലും പ്രോസസ്സായിട്ട് മുന്നോട്ട് പോയ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് അതിന് വ്യക്തമായിട്ട് അതിനൊരു അറിയാം. അത് ഞങ്ങൾ ആദ്യം തന്നെ ഡാറ്റാ ബാങ്കിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം 5 അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ അവർ RDO അതുപോലെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ പരിശോധിച്ച് നമുക്ക് മാറ്റി കിട്ടുമെന്ന് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഫോം 5 ഒരു മാറ്റുക. അപ്പോൾ ഡാറ്റ ബാങ്കിൽ നിന്ന് മാറും. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഫോം 6 നമ്മൾ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്തിട്ട് വീണ്ടും ഇവർ പരിശോധിക്കും. ഒരുപാട് പരിശോധനകൾക്കും ഒരുപാട് ആലോചനകൾക്കും ശേഷമാണ്. കാരണം വലിയ ഭൂമി ആയതുകൊണ്ട്, പ്രത്യേകിച്ച് അന്നത്തെ RDO പിന്നെ ഉത്തരേന്ത്യക്കാരനായിരുന്നു, IAS കാരനായിരുന്നു. അദ്ദേഹവും ഒരു 4 മാസമെങ്കിലും അദ്ദേഹം ഇത് പരിശോധിച്ചതിന് ശേഷമാണ് പൂർണ്ണമായിട്ടും 30 വർഷത്തിന് മുമ്പ് കൺവേർട്ടഡ് ആയിട്ടുള്ള ഭൂമിയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അതിൻ്റെ നിയമപ്രകാരം ഇത് മാറ്റി കിട്ടിയിട്ടുള്ളത്. കാരണം ഇപ്പോഴത്തെ നിയമപ്രകാരം ഇപ്പോൾ 5 ഏക്കർ ഭൂമി നമ്മൾ തരം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 10% വെള്ളത്തിന് ഇതായിട്ട് പാഡി ലാൻഡായിട്ട് മാറ്റി വെക്കണം. ബാക്കി 4.5 ഏക്കർ സ്ഥലമാണ് നമുക്ക് മാറ്റി കിട്ടുക. അതിന് തന്നെ പിന്നെ ഒരു 50 സെൻറ്റിൻ്റെ മുകളിലുള്ള ഭൂമിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 ഏക്കറുടെ മേലെ ഉള്ള ഭൂമിയാണെന്നുണ്ടെങ്കിൽ ഫെയർ വാല്യൂവിൻ്റെ 10% അടച്ചിട്ട്, അല്ലെങ്കിൽ 20%. 1 ഏക്കറുടെ മേലെ ഉള്ള ഭൂമിയാണെങ്കിൽ 20% ഫെയർ വാല്യൂവിൻ്റെ അടച്ചിട്ടാണ് കിട്ടുക. ഞങ്ങൾ 1 കോടിയുടെ മേലെ
ഈ ഇതിലേക്ക് പൈസ അടച്ചിട്ടാണ് ഇത് തരം മാറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഭൂമി കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഒരേ നിയമമാണ്. അതിലൊരു ആശങ്കക്ക് ഇതില്ല, സ്ഥാനമില്ല. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ ഫയലിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ 40%ഓളം ഫ്ലാറ്റുകൾ ബുക്കിംഗ് കഴിഞ്ഞു. അത് കൂടാതെ അപ്പുറത്തെ ബോർഡ് നോക്കിയപ്പോൾ അടുത്ത ടവറിന് വരെ ബുക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ അത്രയും ഇത് സ്വീകരിച്ചു കഴിഞ്ഞല്ലേ? തീർച്ചയായിട്ടും ജനങ്ങളെ നല്ല സ്വീകാര്യതയാണ് നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയ ഒരു കെട്ടിടം നമ്മുടെ നാട്ടിൽ വരില്ല എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. കേരള സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ള കെട്ടിട നിയമങ്ങൾ എല്ലാ ഏരിയകളും ഒരുപോലെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ റിവർ സൈഡ്, അതുപോലെ ഈ കടലിൻ്റെ സൈഡ്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനത്തെ നിയന്ത്രണങ്ങളൊന്നുമില്ല. NHന്റെ ആക്സസ് പെർമിറ്റ് വേണം, അതായി ഫെയർ NOC വേണം, പിന്നെ മറ്റുള്ള റെറ അപ്രൂവൽ വേണം. ഇങ്ങനെയുള്ള ഒരു 9ഓളം മേഖലകൾ കടന്നിട്ടാണ് ഞങ്ങളൊരു 4 വർഷമായി ഞങ്ങൾ ഇതിൻ്റെ പുറകിലുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിനുള്ള എല്ലാ നിയമ അപ്രൂവലും കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ 4 വർഷത്തിന്റെ മുകളിലായി ഇവർ ഇതിന്റെ പിന്നിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. നമ്മളിപ്പോൾ കാണുന്നത് ചിലപ്പോൾ ഒരു മാസം മുന്നേ ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് വരുന്നു, ഒരു ഇനാഗ്രേഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടത്തുന്നു, ഇങ്ങനെ ഒരു സംഭവം വരുന്നു, റോഡ് വരുന്നു, ഇതൊക്കെ കാണുന്നത് വളരെ പെട്ടെന്ന് ആണ് വിചാരിച്ചതാണ്. പക്ഷെ ഇത് 5 വർഷം ഇതിന്റെ പിന്നിൽ പ്രയത്നിച്ചിട്ടുണ്ട്. ആ ഒരു പ്രയത്നം എന്താണെന്നുള്ളത് നമുക്ക് യാക്കൂബിനോട് ചോദിച്ചു നോക്കാം. ആ ഒരു സമയത്ത് ഇത് തുടങ്ങണം, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് അന്ന് വിചാരിച്ചിരുന്നു? തീർച്ചയായിട്ടും ഇല്ലാന്ന് തന്നെ പറയാം. കാരണം ഞങ്ങൾ ഒരു സമയത്ത് ഇത്രയും ഭൂമി എന്തിനു നമ്മൾ ഇതിന് മെനക്കെടുന്നു എന്ന് വരെ ആലോചിച്ച സമയമുണ്ട്. കാരണം എന്നിട്ടത് വിറ്റാൽ പോരെന്ന് വരെ ആൾക്കാർ വിചാരിച്ചിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറേ നിയമവശങ്ങൾ. കാരണം നിങ്ങൾക്കറിയാം, ഈ പാവപ്പെട്ടവർക്ക് ഒരു 5 സെൻറ്റോ 10 സെൻറ്റോ കൊടുക്കുന്ന മാതിരിയല്ല ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതോറിറ്റീസിന് അല്ലെങ്കിൽ ഒഫീഷ്യൽസിന് അതിന് ഒട്ടനവധി കടമകളുണ്ടായിരുന്നു. അവർക്ക് തന്നെ പല നിയമവിദഗ്ധരെയും സമീപിച്ച ശേഷം മാത്രമാണ് ഇങ്ങനൊരു സ്ഥലം കൺവേർട്ട് ചെയ്ത് കിട്ടിയത്. പിന്നെ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയുടെ എൻട്രി, അതായത് പൊന്നാനി മുനിസിപ്പാലിറ്റിക്ക് എൻട്രി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇത് ഇരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ തൊണ്ടയാടൊക്കെ ഇതുപോലെ ഹൈവേ വന്നതിന് ശേഷം പിന്നീടാണ് അവിടെ ഇന്നിപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിലയിലാണ് അവിടെ പോകുന്നത്. ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ കോഴിക്കോടോ അല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ പിന്നെ ഈവൻ തൃശ്ശൂരൊക്കെ ഇത്തരം പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി, ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് 10,000 to 15-20,000 വരെ സ്ക്വയർ ഫീറ്റിന് വില ഉണ്ടാകുമ്പോൾ നമ്മൾ കേവലം ഒരു 6,000 രൂപയാണ് നമ്മൾ ബേസിക് വില ഇട്ടത്. അതും ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു 10% പ്രൊജക്റ്റിന് മുമ്പായിട്ട് വിറ്റ് തീർക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരത് സ്വീകരിച്ചത് 40%ഓളം അത് വിറ്റ് കഴിഞ്ഞു. ഇനി നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്കൗണ്ട് ഇല്ല. ഇനി മുതൽ നമ്മൾ 6,000 രൂപ വെച്ചിട്ടാണ്. എന്നിരുന്നാലും പൊന്നാനിയുടെ പരിസര പ്രദേശത്തിലെ എല്ലാവരും ഇത് വാങ്ങുന്നത് തന്നെ അവർക്കും ഇതിന്റെ വാല്യൂ അറിയുന്നതുകൊണ്ട് അത്ര. ഇപ്പോ ഇന്ന് ഈ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇന്നും വിളിച്ചിട്ട് സെയിൽ നടന്ന സംഭവം ഈ ഒരു ഫംഗ്ഷനിൽ സംഭവിച്ചിട്ടുണ്ട്. അതും വിത്ത് സ്ക്രീൻഷോട്ട് അഡ്വാൻസ് അയച്ചിട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ആ രീതിയിലുള്ള ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുക? തീർച്ചയായിട്ടും അതെ. ഇന്നത്തെ ഈ പരിപാടി നമ്മളെ ഈ സംരംഭം ജനം സ്വീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇന്ന് ഞങ്ങൾക്ക് പെന്റ് ഹൗസ് ഉൾപ്പെടെ 4 എണ്ണമാണ് ഇന്ന് സെയിലായിരിക്കുന്നത്. 4 എണ്ണം. CP ബാവാജി 2 എണ്ണം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ TV-യിൽ വരികയാണെങ്കിൽ അല്ലാതെ കുഴപ്പമൊന്നുമില്ലോ. വേണമെങ്കിൽ കട്ട് ചെയ്താലും. പക്ഷേ സഫാരി മാളിന്റെ MD പുള്ളിയും ഒരു പെന്റ് ഹൗസ് എടുത്തിരിക്കുന്നു. ഇതിന്റെ സ്റ്റാർട്ടിങ് സമയത്തുണ്ടായിരുന്ന ആൾ, നിങ്ങൾ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പൊ എന്തായിരുന്നു ആ ഒരു സമയത്ത് ഓരോ ഡോക്യുമെന്റ്സിന് പോകുമ്പോഴുള്ള അതിന്റെ പ്രയാസം വളരെയധികമായിരുന്നു. അമീർ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഓഫീസുകളിൽ പോയി അവരുമായി സംസാരിക്കുകയും ബന്ധപ്പെടുകയും ഒന്ന് കഴിയുമ്പോഴേക്കും മറ്റൊന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ അദ്ദേഹം ക്ലിയർ ചെയ്തു. അതിന് ശേഷമാണ് ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്. പ്രവാസികളുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട്? തീർച്ചയായിട്ടും ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. എത്രയും പെട്ടെന്ന് എടുക്കുക, ഇതിൽ പങ്കാളികളാവുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എടുക്കാം എന്ന് കരുതുമ്പോഴേക്കും മിക്കതും
തീർന്നിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എത്രയും പെട്ടെന്ന് ഉപയോഗപ്പെടുത്തുക. പേരെന്തായിരുന്നു പറഞ്ഞത്? ഫിറോസ്. പൊന്നാനി എന്നാണോ? അല്ല, ഞാൻ ചാവക്കാടാണ്. ചാവക്കാട് നിന്ന് പൊന്നാനിയിൽ വന്നതാണ്. അതെ അതെ അതെ. നമ്മൾ തുടക്കത്തില് ഈ ഒരു പ്രൊജക്റ്റില് ഇറങ്ങി തിരിച്ച ഒരാളാണ് നമ്മൾ സുബീർക്ക. അപ്പൊ സുബീർക്ക ഇപ്പൊ ഒരു ചെറിയൊരു സർജറി കഴിഞ്ഞപ്പോ ഹെൽത്ത് ഒക്കെ ഓക്കെയാണല്ലോ. എന്ത് തോന്നുന്നു ഇപ്പൊ ഈ ഒരു സമയത്ത്? ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇത്രയും പ്രതീക്ഷയില്ല, ഇത്രയും നമുക്ക് സെയിലാവുന്നില്ല ഇത്ര പെട്ടെന്ന്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ പ്രതീക്ഷയിലുള്ള സെയിൽ നടന്നിട്ടുണ്ട്. ഇനിയും അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ബിസിനസിന്റെ അപ്പുറത്തേക്ക് നമ്മളെ സ്വന്തം നാട്ടിലൊരു വലിയൊരു പ്രൊജക്ട് വരുന്ന ആ ഒരു സന്തോഷം വേറെ അതിൽ കൂടെ ഉണ്ടാവുന്നില്ല? തീർച്ചയായും സന്തോഷം തന്നെയാണ്. ഇവിടെ ഒരു വികസനം വരല്ലേ. എന്തായാലും പൊന്നാനി എല്ലാവരും ആദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് വിജയിക്കോ എന്നുള്ള. അപ്പോൾ നമ്മളെ മനസ്സിലെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നുള്ളൊരു ഒരു വാശി പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും വിജയിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ ഒരു കൂട്ടത്തിൽ ഒരു വനിത ഇൻവെസ്റ്റർ ആണല്ലേ, ഡയറക്ടർ ആ ഒരു വനിത. അപ്പൊ പുള്ളിയുടെ കൂടെ ഒന്ന് ചോദിക്കാം. പേരെന്തായിരുന്നു? എന്റെ പേര് രജിത അരവിന്ദ്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? കുറ്റിപ്പുറം. നമ്മുടെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നല്ലേ. എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്? ഞാൻ ആക്ച്വലി നമ്മൾ അബ്ദുറഹ്മാൻ സാർ എന്ന് വിളിക്കണോ അങ്കിൾ എന്നാണ് ഞാൻ വിളിക്കാറ്. മൂപ്പർ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആയിട്ട് വരും. കുറെ കാലങ്ങളായിട്ട് എനിക്ക് അവരെ പരിചയമുണ്ട്. എൻ്റെ വീട് വെച്ച് തന്നത് മൂപ്പരാണ്. അതെന്ന് വെച്ചാൽ മൂപ്പരുടെ മേൽനോട്ടത്തിലും എല്ലാത്തിലും എന്താ വെച്ചാൽ ഞങ്ങളൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ അവരുടെ മേൽനോട്ടത്തിൽ വേണം എന്നുള്ളതിലായിരുന്നു വെച്ചത്. അപ്പോൾ അവരെല്ലാം നല്ലപോലെ ചെയ്തു തന്നു. അതിലൊരു ഞങ്ങൾക്കൊരു വിശ്വാസം, ഞങ്ങളൊരു എന്താ പറയുക, അവരുടെ സിൻസിയാരിറ്റി, ഒരു ട്രസ്റ്റ് വർത്തിനെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ വിശ്വാസം നമുക്ക് ഈ പ്രോജക്റ്റിലും ഉണ്ടാവും എന്നുള്ളതിലാണ് ഞങ്ങളിതിൽ ജോയിൻ ചെയ്തത്. അതേ ഇത് തന്നെ നമ്മൾ എല്ലാ ആൾക്കാർക്കും നാട്ടുകാർക്കും അതേമാതിരി കൊടുക്കണം. ആ ഒരു എന്താ പറയുക ടൈം ബൗണ്ട് ആയിട്ട് എല്ലാം തീർത്തു കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതേമാതിരി നടക്കുമെന്ന് തന്നെയാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. താങ്ക് യു. ഞാൻ ഫാറൂഖ് പൊന്നാനി. ഇവരുമായിട്ട് ഒരു സംരംഭത്തിൽ പങ്കുചേരാൻ കിട്ടിയ അവസരവും പൊന്നാനീൻ്റെ ഒരു ഡയമണ്ട് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റുമാണ്. അപ്പോൾ അതിൽ പങ്കുചേരാൻ പറ്റിയതിൽ തന്നെ വളരെ സന്തോഷം. ഇൻഷാ അല്ലാഹ് ഒരു അപ്പാർട്ട്മെൻ്റ് എല്ലാം വാങ്ങി ഇവരെ കൂടെ സഹകരിക്കാനാണ് പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഇതിന്റെ എഞ്ചിനീയർ ആണ്. കൂടുതൽ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പുള്ളിയോട് തന്നെ ചോദിക്കുക. എങ്ങനെയാണ് വർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയോ? ഇൻഷാ അല്ലാഹ്. അത് ഒന്നാമത് ഇതിൻ്റെ ലൊക്കേഷൻ പറയാന്ന് വെച്ചാൽ ലൊക്കേഷൻ പൊന്നാനിനെ സംബന്ധിച്ചുള്ള വലിയ ഒരു ആപ്റ്റ് ലൊക്കേഷൻ. പൊന്നാനി ഡിസ്റ്റൻസും ഇല്ല, നല്ലൊരു ഓപ്പൺ സ്പേസും നല്ല ടവറും. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് വൈസ് ഒരു ഒരു ചുറ്റുപാട് വൈസ് നല്ലൊരു ലൊക്കേഷനാണിത്. പിന്നെ ഇതിൻ്റെ എഞ്ചിനീയറിംഗ് സൈഡ് പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ഡിസൈനും ഇതിൽ കാലിബറുള്ള ആൾക്കാരായിരുന്നു. ഒന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയാലും MEP ആയാലും ശരി, പിന്നെ അതുപോലെ ആർക്കിടെക്ചറൽ ഡിസൈൻ, അതൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ നേരത്തിലാണ് നമ്മളുടെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യണം, ജോബ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാം നമ്മുടെ ക്വാളിറ്റി വൈസും ടൈം വൈസും എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ ഇതിട്ടെന്ന് ആഗ്രഹിക്കുന്നു. ഈ പൈലിംഗ് ഫീൽഡിൽ 20 വർഷമായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഫാദറായിട്ട് ഈ ജോലി കണ്ടിന്യൂ ചെയ്യുന്ന ഞങ്ങളെ അങ്ങനെ ഒരു കമ്പനിയാണ്. ഈ ഫേമിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബിൽഡേഴ്സിൻ്റെ കാലിക്കറ്റ് ബേസാണ് ഞങ്ങളുടെ കമ്പനി PSP കൺസ്ട്രക്ഷൻ. ഞാൻ ഒത്തിരി ബിൽഡേഴ്സിൻ്റെ വർക്ക് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരൊരു ടെസ്റ്റ് പൈൽ അടിച്ചിട്ട് നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു 40 മീറ്ററോളം ഡെപ്തിലാണ് നമുക്ക് റോക്ക് കിട്ടുന്നത്. എൻബയറിംഗ് പൈലാണ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടെസ്റ്റ് പൈൽ ആദ്യം അടിച്ച് 2.5 ടൈംസ് വെയിറ്റ് ലോഡ് കൊടുത്ത് അതിന് നമുക്ക് 16 mm വരെ അപ്രൂവലാണ്. 16 mm സിങ്ക് ആയാലും അത് ഫെയിലല്ല. അങ്ങനെ ഒരു ടെസ്റ്റ് പൈൽ അടിച്ചിട്ട് 1.5 mm മാത്രമാണ് നമുക്ക് സിങ്ക് ആയത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു ടെസ്റ്റ് പൈൽ അടിച്ച് അതിന് ശേഷമാണ് ഇത്രയും പൈലടിച്ചിട്ട് നമ്മൾ വർക്ക് തുടങ്ങാൻ പോകുന്നത്. ഒരു ടവറിന് 129ഓളം പൈലാണ് വരുന്നത്. അത് കംപ്ലീറ്റ് എൻബയറിംഗ് പൈലാണ്. ഞങ്ങളെടുത്ത് അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന് എൻജിനീയേഴ്സിന് ഒരു വിങ് തന്നെ ഞങ്ങളെടുത്തിട്ടുണ്ട്. അത് മൊത്തം ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ പക്കായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഈ വർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു അവരുടെ ഗ്രേഡ്. ഈ ലാൻഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് ഞാൻ ഹൈലൈറ്റ് മാളിലെ ഫസ്റ്റ് പ്രൊജക്റ്റിൻ്റെ ഏറ്റവും ഫസ്റ്റ് പൈലടിച്ചാണ് ഞാൻ, ഹബീബ്. അവിടുത്തതിലും എനിക്ക് അവിടെ ആ സമയത്തൊക്കെ പച്ചാപ്പകലും ഒരു ആൾ പെരുമാറ്റം ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു. എബവ് 20 years മുമ്പ്, 15-20 വർഷം മുമ്പ്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ കുറ്റിപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വെറും 10 മിനിറ്റ് മതി. ഏറ്റവും സാധ്യതയുള്ള എന്തായാലും ഇവർ ഇതിന് തയ്യാറായിട്ട് വന്നുള്ള എന്തായാലും അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവും. ഏറ്റവും സാധ്യതയുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇതെന്നുള്ളതിൽ ഒരു സംശയം തർക്കമില്ല. ഒരു മാസം ഏകദേശം നമ്മൾ കഴിഞ്ഞ 10-15 ദിവസം മുന്നാണ് സംസാരിച്ചല്ലേ. അപ്പോൾ ഈ ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് സെയിലിൻ്റെ ഭാഗത്ത്. ഏത് രീതിയിലാണെന്ന് കാണുന്നത്? തീർച്ചയായും ഞങ്ങൾ ജനുവരി 2026 പണി തുടങ്ങും എന്ന് ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചതായിരുന്നു.
അൽഹംദുലില്ലാ ഇന്ന് ഞങ്ങളത് സാധ്യമാക്കി. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. 2026 ജനുവരിയിൽ ഞങ്ങൾ കൺസ്ട്രക്ഷൻ നടപടികൾ ആരംഭിച്ചു. 2030 ഇത് ഹാൻഡ് ഓവർ ചെയ്യും എന്നാണ് ഞങ്ങളുടെ വാഗ്ദാനം. അതിനു മുമ്പായി തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളിരുന്ന അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയവർക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. അത് ടൈം ബൗണ്ടായി ഞങ്ങൾ ചെയ്യും എന്നത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനവും. അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ദൃഢമായ ലക്ഷ്യവും. മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു കൂട്ടായ്മയുടെ തുടക്കമാണ്. ഇവിടെ ഒരു കുടുംബം രൂപപ്പെട്ടു തുടങ്ങിയാണ്. നമ്മളിലൂടെ ഈ നാടും നമ്മളുടെ ചുറ്റുപാടും വികസിക്കേണ്ടതുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബക്കറ ഡെവലപ്പേഴ്സ് LLP എന്ന കമ്പനി തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരുപാട് അംഗങ്ങൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങി ഈ കുടുംബത്തിൻ്റെ അംഗമായിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് വരാനുണ്ട്. ഇതിൻ്റെ ഓരോ നടപടിക്രമങ്ങളും നമ്മളുടെ നിർമ്മാണത്തിലുള്ള ഓരോ ഘട്ടങ്ങളും നമുക്ക് ആസ്വദിക്കേണ്ടതുണ്ട്, അനുഭവിക്കേണ്ടതുണ്ട്. തുടർന്ന് അങ്ങോട്ടുള്ള ജീവിത രീതിയും ശൈലിയും ഒക്കെ നമുക്ക് ഇവിടെ ആസ്വദിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇനി അങ്ങോട്ട് ഒരുപാട് തവണ നമുക്കിങ്ങനെ കണ്ടുമുട്ടേണ്ടി വരും. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഇങ്ങനെ ആളുകളോട് സംബന്ധിച്ചും അവരുടെ അഭിപ്രായങ്ങൾ തേടിയും അവരുടെ സഹകരണത്തോടു കൂടി തന്നെ ഇത് 2030 മുമ്പായി തന്നെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ദൃഢ നിശ്ചയം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. പ്രീ ലോഞ്ച് ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രീ ലോഞ്ച് ഓഫറിൽ ഞങ്ങൾ ഉദ്ദേശിച്ച അത്രയും യൂണിറ്റുകൾക്ക് കൂടുതൽ വിൽപ്പന നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇന്നു മുതൽ പ്രീ ലോഞ്ച് ഓഫർ തീരുകയാണ്. അപ്പോൾ ഇനി ഞങ്ങളുടെ ലോഞ്ച് പ്രൈസിനായിരിക്കും വിൽപ്പന ഉണ്ടായിരിക്കുന്നത്. അതും വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുക. ഇനി നമ്മള് ഇസ്മായിൽക്കാണ് ഉള്ളത്. പുള്ളി ഇവിടെ ഇൻവെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നാട്ടുകാരൻ എന്ന നിലയിൽ ഇത് നോക്കി കാണുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ നാട്ടുകാരുടെ അഭിപ്രായം നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇസ്മായിലിനോട് ചോദിക്കുകയാണ്, എന്താണ് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയുന്നത്? ഇത് ഞാൻ ദീർഘകാലം ഗൾഫിലുണ്ടായിരുന്ന ഒരാളാണ്. ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ദീർഘകാലം ഗൾഫിൽ തന്നെ സ്ഥിരതാമസം ആക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രൊജക്റ്റാണ്. പിന്നെ നമ്മളൊരു സാമൂഹ്യ പ്രവർത്തകനായി സാമൂഹിക ഇടപെടൽ നടത്തുന്ന ആളെന്ന നിലയ്ക്ക് ഇത്ര പ്രൊജക്റ്റ് നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവശ്യമുള്ള കാര്യം. നമ്മൾ തൊട്ടടുത്ത പ്രദേശങ്ങളായ തിരൂരായാലും കോട്ടക്കലായാലും നമ്മളായാലും വലിയ ടവറുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സംരംഭത്തിന് ഇനിഷ്യേറ്റീവ് എടുത്ത ആളുകളെ പ്രത്യേക അഭിനന്ദിക്കണം. കാരണം ആരും അങ്ങനെ മുന്നോട്ട് വരില്ല. പൊന്നാനിയല്ലേ ഇത് ശരിയാവുമെന്നൊക്കെ ചിന്തിക്കുന്ന ആളാണ് ആദ്യമുള്ളത്. തീർച്ചയായിട്ടും നല്ല പ്രൊജക്റ്റാണ്. ഒരുപാട് ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസരം ഇതിലുണ്ട്. എല്ലാവരും സഹായിക്കണം. പ്രത്യേകിച്ച് ഗൾഫേരും നാട്ടിലുള്ള സമ്പന്ന എന്നല്ല, സാധാരണ വീടെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ്റ്റി കൂടിയാണ്. അപ്പം എല്ലാ ആശംസകളും എല്ലാം നമ്മൾ വേണ്ടപ്പെട്ട ആളുകളാണ്. അവർക്ക് എല്ലാവരും കൂടി ഈ സന്ദർഭത്തിൽ അവർക്ക് എല്ലാവരും അഭിനന്ദനം കൂടി അറിയിക്കണം. ഓക്കെ. എന്തായാലും ഓരോ ദിവസം കൂടുന്നവർ ഫ്ലാറ്റ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എടുക്കാൻ താല്പര്യമുള്ളവർ, ഫ്ലാറ്റ് എടുക്കാൻ നോക്കാനുള്ള താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം കൊടുത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഓൾറെഡി ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഇനി ലോഞ്ച് ഓഫർ എന്നൊരു ഓഫറും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളിത് വഴുകും തോറും നിങ്ങൾ ഇതിന് കൊടുക്കേണ്ട വാല്യൂ കൂടുകയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ എടുക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ടോ അല്ലെങ്കിൽ ഡയറക്ടറുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഇതിന്റെ ഡെവലപ്മെന്റ് ഓരോ ഘട്ടത്തിലും നമ്മൾ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ കാണിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.